ഈ കാണുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇതിനെന്താണ് പേര് പറയാന്നൊന്നും എനിക്കറിഞ്ഞൂടാ. വളരെ ചെറുപ്പകാലത്ത് പ്രായം ചെന്നവരുടെ കയ്യിലൊക്കെ ഇത്തരത്തിലുള്ളൊരു വസ്തു കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. മുളങ്കമ്പുകളും ചെറിയ മരക്കഷ്ണങ്ങളുമൊക്കെ ഉപയോഗിച്ച് ചെത്തിക്കൂർപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതായിരുന്നു ആ ഉപകരണങ്ങൾ. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഈ വസ്തു എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാകും. ഹുർമത്ത്, ബഹുമാനം, പരിശുദ്ധി, പവിത്രത എന്നിവയൊക്കെ വ്യക്തികൾക്ക് മാത്രമല്ല, വസ്തുക്കൾക്കും സമയങ്ങൾക്കും ദിവസങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ കൽപ്പിച്ചു നൽകുന്ന മതമാണ് ഇസ്ലാം. ഫുർഖാനുൽ അളീമാണ് പരിശേറും പൂങ്കാവ. പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിനെ വളരെ പവിത്രതയോടുകൂടിയും ബഹുമാനത്തോടു കൂടിയുമാണ് മുസ്ലിം ലോകം കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ചിഹ്നങ്ങളും വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നവരാണ് മുസ്ലിം ലോകം. ഖുർആനിൻ്റെ വരികൾക്കിടയിലൂടെ അക്ഷരങ്ങളെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഈ ഉപകരണം വലിയ സഹായകമാണ്. മലയ് ഭാഷയിൽ പെനുൻജുക് അൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഈ ഖുർആൻ പോയിൻ്റർ മലേഷ്യയിൽ ധാരാളം വിപണിയിലുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും കുട്ടികളുടെ പഠനോപകരണങ്ങളുടെ കൂട്ടത്തിൽ ഈ ഖുർആൻ പോയിൻ്ററും ഉണ്ടാകും. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിനും പാരായണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഖുർആനിൻ്റെ താളുകൾ പെട്ടെന്ന് കേടുവരാതിരിക്കാനും ഇത് സഹായകമാകുന്നു. വിശുദ്ധ ഖുർആനിനോടുള്ള ബഹുമാനം നെഞ്ചേറ്റിയ മലേഷ്യൻ വിശ്വാസികൾ വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള ഖുർആൻ പോയിൻ്ററുകൾ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ മലയാളികൾക്ക് ഇത് പരിചയമുണ്ടെങ്കിൽ തന്നെയും ഒരു പഴയകാല ഓർമ്മ മാത്രമായിരിക്കും അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ സമുദായത്തെക്കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറയാനുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എത്രയൊക്കെ നന്മകളിൽ വ്യാപൃതരാണെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ പിശുക്ക് കാണിക്കുന്നവരാണ് എൻ്റെ സമുദായമെന്ന പരാതി പുണ്യപ്രവാചകർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കുമെന്ന സത്യം നാം ഉൾക്കൊള്ളണം. ആസന്നമാകുന്ന റമളാനോടുകൂടി വിശുദ്ധ ഖുർആനിനോട് നീതി പുലർത്താൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം. നിത്യവസന്തത്തോപ്പതുപോൽ സുഖ സൗരഭമേകിടും സത്യമതത്തിനുത്തമ ഗ്രന്ഥമതല്ലോ ഈ ഖുർആൻ. മനുജന്മാർക്കെല്ലാം സത്യവഴി തെളിയിച്ചുവതിൽ സുബ്ഹാൻ. അറിവിൻ പുതുയുഗ വീതി തുറന്ന് അന്ധത മാറ്റി ലോകത്ത് നിറവാർന്നോരാ അക്ഷയഖനിയെ പുണരുന്നോരിൽ ജന്നത്ത്.